ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി മോഡൽ ഡ്രസ്സാണ് കേട്ടോ. കട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ കട്ടിങ് മാത്രമാണ് ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പ്രിൻറ്റഡ് ആയുള്ള നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ ടോട്ടൽ വന്നിട്ട് 3 മീറ്ററോളം, കഷ്ടി 3 മീറ്റർ ഉണ്ട്. കറക്റ്റ് ഇല്ല, നെറ്റ് 3 മീറ്റർ ഇല്ല, ഒരു 3 മീറ്ററിൻ്റെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഒരു വൺ സൈഡിൽ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ. നമ്മളിത് എടുക്കുക മെറ്റീരിയൽ ഇതാണ് ഫുള്ളായിട്ടും ഇതേപോലത്തെ ഡിസൈൻ തന്നെയാണ് ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ 29 ഇഞ്ചാണ് നമുക്ക് അടയാളപ്പെടുത്തിയത്. അതിൻ്റെ നടുമടക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്കത് നടുമടക്കി കട്ട് ചെയ്യാം, അല്ല എങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്കതിനെ സ്കെയിൽ വെച്ചിട്ട് 29 ഇഞ്ചിൽ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തത്. അതിന് ശേഷം നമ്മളിപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ നമ്മളിതിൽ അളവ് കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ചെറുതായിട്ട് കയറി ഇറങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ആ 1 ഇഞ്ചസിൻ്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ടോട്ടലായിട്ട് 13.5 ഇഞ്ചാണ് ഫുൾ ഷോൾഡർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് ഷോൾഡർ നമ്മൾ 6.25 ഇഞ്ചസ് ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ നെക്ക് വൈഡായിട്ട് 3 ഇഞ്ചസ് എടുത്തു. താഴേക്ക് നമ്മൾ 4 ഇഞ്ചസ് നെക്കിൻ്റെ ഇറക്കായിട്ട് എടുത്തു, നെക്ക് ഡെപ്ത് എടുത്തു. അതിന് ശേഷം നമ്മളൊരു ബോക്സ് ആയിട്ട് വരച്ചു. അതിന് ശേഷം നമ്മൾ അതിനകത്തൊരു കഴുത്ത് അടയാളപ്പെടുത്തി. എന്നിട്ട് 6.25 ഇഞ്ചസ് കൈക്കുഴിയുടെ ഇറക്കമായിട്ട് നമ്മൾ എടുത്തു. നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുന്നു. കൈക്കുഴിയുടെ ഇറക്കം എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ടേപ്പൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ ഒന്ന് കയറി വരാനും സാധ്യത കൂടുതലാണ്, കയറാനും ഇറങ്ങാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മളൊന്ന് വരയ്ക്കുമ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മൾ ഒരു സ്കെയിൽ വെച്ച് വരയ്ക്കാം. നമ്മളിപ്പോൾ ചെസ്റ്റിൻ്റെ 4 ഭാഗം എടുത്തു, അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് ആഡ് ചെയ്തു, പ്ലസ് വീണ്ടും അഗെയിൻ ഒരു 3/4 ഇഞ്ചും കൂടി ആഡ് ചെയ്തു. എന്ന ശേഷം നമ്മളിവിടെ സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ഭാഗത്ത് അളവ് തെറ്റാതിരിക്കാൻ ഇതുപോലെ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടായിരിക്കുക. അപ്പോൾ എല്ലാ സൈഡിലേക്കും കറക്റ്റായി എടുത്തിരിക്കുന്ന അളവ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്ന ശേഷം ഇതുപോലെ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തിൻ്റെ നടുക്കിൽ നിന്ന് ഇതുപോലെ ആ ഒരു ചെസ്റ്റിന് 4 ഭാഗത്തിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ചു വെട്ടി. ഇത് കുഴിച്ചു വെട്ടിയിരിക്കുന്നത് 1.5 ഇഞ്ച് നമ്മളൊരു കോൺ ഷേപ്പിലാണ് കുഴിച്ചു വെട്ടിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളൊരു 14 ഇഞ്ചസിൽ ഷേപ്പിൻ്റെ ഇറക്കം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഷേപ്പിൻ്റെ ഇറക്കം എടുത്ത ശേഷം നമ്മൾ അതിനെ ഒന്ന് നീളത്തിലൊന്ന് സ്കെയിൽ വെച്ച് വരയ്ക്കുന്നുണ്ട്. കാരണം ഷേപ്പിൻ്റെ ഭാഗം നമുക്ക് അവിടെ കുറച്ചും കൂടി വണ്ണം കുറവായിരിക്കും വരിക. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വണ്ണം കുറവായിരിക്കും വരിക. അപ്പോൾ നമ്മളോട് സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ആ പോയിന്റിൽ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ 9.25 ഇഞ്ചാണ് ഷേപ്പിൻ്റെ വേണം. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടുണ്ട്. സീം അലവൻസ് അല്ല, എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. 3/4 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വേസ്റ്റ് ഭാഗത്തെ 4 ഭാഗം പ്ലസ് 3/4 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച്. ഓക്കെ, അത് നമ്മൾ ജോയിൻ ചെയ്തു. അതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ തയ്യൽ തുമ്പുകൾ തമ്മിൽ യോജിച്ചു. അത് ആ ഭാഗം രണ്ടാമത് വരച്ച ഈ ഡ്രോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് താഴ്ഭാഗത്ത് ഫോൾഡഡ് പോർഷനിൽ നമ്മൾ 4.25 ഇഞ്ച് എടുത്തു. 4.25 ഇഞ്ച് എടുത്തു. 1/2 ഇഞ്ച് ഇതുപോലെ കോൺ പോർഷനിൽ ഉള്ളിൽ സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി നീക്കിയിട്ടും എടുക്കാം. വല്ലാണ്ട് മെലിഞ്ഞവരാണെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 4.25 താഴ്ഭാഗത്തെ അളവ് എടുത്തിട്ടുണ്ടല്ലോ, ആ അളവ് നിങ്ങൾ ഒരു 3.5 എടുത്താൽ മതി. വല്ലാണ്ട് മെലിഞ്ഞവരാണെങ്കിൽ ഒരു 35-ന് താഴെ സൈസുള്ളവരാണെങ്കിൽ ഒരു 3.5 എടുത്താൽ മതി. അല്ലാത്തവർ 4.25 എടുത്തോളൂ. അതിനുശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നു. താഴ്ഭാഗത്ത് 1/2 ഇഞ്ചസ് ഇറക്കം കൂടുതൽ എടുക്കുന്നുണ്ട്. ആ ഉള്ള അളവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്ന ശേഷം നമ്മൾ സൈഡ് ഭാഗത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് എടുക്കും. നമ്മൾ തയ്ച്ച് വരുന്ന ആ ഒരു ഭാഗത്ത് കേട്ടോ, ആ 1/2 ഇഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഷേപ്പായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് കയറി വരും കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പ് ഒരു കർവ് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഷോൾഡർ ഭാഗം നമ്മൾ ജോയിൻറ്റ് വിടിയിക്കുക. എന്ന ശേഷം നമ്മൾ ഫ്രണ്ട് ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്ത് എടുക്കണേക്കാളും മുമ്പ് ഇതുപോലെ ഒന്ന് നോച്ചസ് ഇട്ട് കൊടുക്കണം, നല്ലതായിരിക്കും. കറക്റ്റ് ആ പോയിൻറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് മാത്രമായിട്ട് വെച്ചു. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ താഴ്ഭാഗത്തേക്ക് കൈക്കുഴി കുഴിച്ച് വെട്ടുന്നു. അങ്ങനെ കൈക്കുഴി കുഴിച്ച് വെട്ടിയ ശേഷം ഇപ്പോൾ നമ്മൾ ഈ പ്രിൻസസ് കട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ടല്ലോ, ആ വരച്ചതിൽ കുറച്ചും കൂടി ഷേപ്പാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒന്നും കൂടി കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്നും കൂടി പോയിന്റ് ഇട്ടിട്ട് ജസ്റ്റ് റൗണ്ട് ഭാഗം സെൻറ്റർ പോർഷൻ ഒന്നും കൂടി ഒന്ന് കർവ് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ അത്രയധികം ഷേപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതുപോലെ ഒരു വര വരച്ചിടുക. കറക്റ്റ് ഒരു 1 വരയ്ക്കണ പോലെയൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചിടുക. അപ്പോൾ ഈ ഭാഗം വരഞ്ഞു. ഇനി അപ്പുറത്തെ ഭാഗം മറിച്ചിടുക. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ 2 വര വരയ്ക്കിയതുപോലെ.
അപ്പോൾ ഈ ഭാഗം കറക്റ്റ് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വശം മാറി പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ ഒരു രീതി. എന്നിട്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് നമ്മൾ ഫ്രണ്ട് എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആ വര വരച്ചിടണം. ഓക്കെ, അത് മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു 15.5 ഇഞ്ച് ബാലൻസ് ഉള്ള തുണിയിൽ നമ്മൾ നടുമടക്കിയിട്ട് ഇതുപോലെ എടുക്കുന്നു. അപ്പോൾ എന്നിട്ട് ആ 15.5 വീണ്ടും അഗെയിൻ ഒന്നുകൂടി ഫോൾഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഒപ്പാക്കി എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിൽ കയറി ഇറങ്ങിയൊക്കെ നിൽക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ശരിക്കും ഒന്ന് ഒപ്പാക്കി എടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇത് ഓരോ 15.5 ഓരോ പ്രാവശ്യം വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ടോട്ടൽ മൊത്തം 15.5 + 15.5 അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യും. 15.5 നമ്മൾ വീണ്ടും അഗെയിൻ സെൻറ്റർ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 15.5 പിന്നെ അഗെയിൻ വീണ്ടും ഒരു 15.5 അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഒന്നിച്ചെടുത്ത ശേഷം വീണ്ടും അഗെയിൻ സെൻറ്റർ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്നിച്ചെടുത്ത ശേഷം സെൻറ്റർ കട്ട് ചെയ്യുക ചെയ്ത്. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ ഇറക്കം എടുത്തു 14 നമ്മൾ എടുത്തിരിക്കുന്ന ഇറക്കം. അപ്പോൾ നമ്മൾ 14 ടോപ്പിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഉള്ള തുണിയിൽ നിന്ന് നമ്മൾ 14 ഇഞ്ചിൽ നടുമടക്കി എടുക്കുന്നു തുണി. രണ്ട് ഭാഗത്തെയും 14 ഇഞ്ച് വരണം, മുകളിലും താഴെയും 14 ഇഞ്ച് വരണം. ഈക്വൽ ആയിരിക്കണം. സെൻറ്ററിലും ഏറ്റവും ലാസ്റ്റും രണ്ട് സൈഡുകളിലും അതുപോലെ 14 ഇഞ്ച് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. അത് കുറഞ്ഞും കൂടിയൊന്നും പോകാൻ പാടില്ല, കറക്റ്റ് ഈക്വൽ ആയിരിക്കണം. 14 ഇഞ്ചസ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇതുപോലെ ചെക്ക് ചെയ്ത് 14 ഇഞ്ചസ് കറക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ശരിയാണ്ടൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ വ്യത്യാസം വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ നടുമടക്കുമ്പോൾ സെൻറ്റർ ഭാഗം ചുളിഞ്ഞ് വരാൻ സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ നോക്കിയാൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നടുഭാഗത്ത് ഇങ്ങനെ ഒരു ഉള്ളിൽ ഇങ്ങനെ മടങ്ങി നിൽക്കുന്നത് പോലെ ഒരു അവസ്ഥ വരും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത ശേഷം വേണം ഒന്ന് വലിച്ച് നിർത്തിയിട്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത ശേഷം വേണം അത് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ആ ഭാഗത്തിന് ഡിഫറൻസ് കാണിക്കും. അപ്പോൾ ആ ഡിഫറൻസ് കാണിക്കാതിരിക്കാൻ നല്ല രീതിയിൽ വലിച്ച് ആക്കുക, അല്ലെങ്കിൽ ഒന്നാം ഭാഗത്ത് തേച്ച് കൊടുക്കുകയും ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈഡിലോട്ട് വരുന്ന ഭാഗം ഫോൾഡഡ് സൈഡാണ്, മുകൾ സൈഡും ഫോൾഡഡ് ആണ്. ഈ റൈറ്റിലോട്ട് വരുന്ന ഭാഗം താഴ്ഭാഗം നമുക്ക് ഓപ്പൺ സൈഡാണ് വരുന്നത്. ഓക്കെ, ഇതുണ്ടോ 4 ഭാഗം ഓപ്പൺ ആണ്, താഴ്ഭാഗം നമ്മുടെ റൈറ്റിലോട്ട് വരും, മറ്റു 2 സൈഡും ഫോൾഡഡ് സൈഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം നമ്മൾ ഇങ്ങനെ വരുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ട് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കറക്റ്റായിട്ട് ഒപ്പാക്കി വയ്ക്കും. ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ മുകൾ ഭാഗത്ത് നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ചസ് മുകളിലേക്ക് കയറ്റി വയ്ക്കും. ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വയ്ക്കും. അതിനനുസരിച്ച് നമ്മൾ ഷോൾഡർ ഭാഗം നമ്മൾ ഒന്ന് മടക്കിയടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ അളവ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ മടക്കിയടിക്കുന്നു അത്രയും ഭാഗം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കും. അതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് അതേപോലെ നെക്ക് ഇതേപോലെ ഒന്ന് ഡ്രോ ചെയ്തെടുക്കും. ഓക്കെ, അങ്ങനെ നെക്ക് ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നു. കറക്റ്റ് റൗണ്ട് സർക്കിളിൽ തന്നെ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഡ്രോ ചെയ്യാനായിട്ട്. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ശേഷം അത് കളയരുത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തു എന്ന ശേഷം വീണ്ടും അത് എഗെയിൻ അവിടെ തന്നെ വെക്കണം കേട്ടോ. അത് അത്യാവശ്യമുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കാണിച്ചു തന്നിട്ട് നീക്കിയ ശേഷം ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. എന്ന ശേഷം ആ കറക്റ്റ് പോയിന്റിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് നമ്മൾ 14 ഇഞ്ചല്ലേ നമ്മൾ ടോപ്പിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 14 ഇഞ്ച് തന്നെ ഇതിൽ അടയാളപ്പെടുത്തി. ആ ഒരു അറ്റത്തേക്ക് നമ്മൾ ഇതുപോലെ 14 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് ഏതാണ്ട് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പൊന്തിച്ച് ഇങ്ങോട്ട് നീക്കി അനക്കി സർക്കിൾ എന്ന രീതിയിൽ വരുന്ന സർക്കിളായ രീതിയിൽ വരുന്ന രീതിയിൽ ഇതുപോലെ പതിയെ എടുക്കാം. മാറ്റം വരാത്ത രീതിയിൽ അംബ്രല്ല രീതിയിൽ ഇതുപോലെ 14 ഇഞ്ചസിൽ ചുറ്റും കവർ ചെയ്യാം. ഒരു സർക്കിളിൽ നിന്ന് ഒരറ്റത്തു നിന്ന് ഈ കോൺ ഭാഗത്തു നിന്ന് തുടങ്ങി അപ്പുറത്തെ സൈഡിൽ ഇതെത്തണ വരേക്കും ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്കത് ഒരു ഡ്രോ ചെയ്യുമ്പോൾ കറക്റ്റ് സർക്കിൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് വരച്ചെടുത്തതിന് ശേഷം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വരച്ചെടുത്ത ആ ഡിസൈൻ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ കിട്ടിയെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇത് മുകൾ ഭാഗമൊക്കെ ഷോൾഡറൊക്കെ ഇങ്ങനെ കവറിങ് തന്നെയാണ് കേട്ടോ, അതൊന്നും ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ കിട്ടിയിരിക്കുന്നു. ഇതേപോലെയാണ് വരുന്നത് ഹാഫ് സർക്കിൾ. ഇതുപോലെ നമ്മൾ ഒരു സൈഡ് ഭാഗത്തേക്ക് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഹാഫ് പോർഷൻ മുകളിൽ 1/2 ഇഞ്ചസ് നമ്മൾ ഷോൾഡർ അടിക്കും. അപ്പോൾ ഇത് നമ്മൾ മുകൾ ഭാഗം ഇതിൻ്റെ ഷോൾഡർ അംബ്രല്ലയുടെ ഷോൾഡർ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഇതിന് ശേഷം ഇതിൻ്റെ ബാലൻസ് ഉണ്ടായില്ലോ, ആ ബാലൻസിൽ ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ച് വരച്ച് നമ്മളൊരു 1.25 ഇഞ്ച് ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 1.5 ഇഞ്ച് എടുത്തോളൂ കേട്ടോ. 1.5 ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ എടുത്തോളൂ. എന്നിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അല്ലാത്തവരൊരു 1.25 ഇഞ്ച് എടുത്താൽ മതിയാവും കേട്ടോ. ആദ്യമായിട്ട് എടുക്കുന്നവരൊക്കെ 1.5 1.25 എടുത്താലും കുഴപ്പമില്ല. അല്ലാത്തവർ 1.25 ഇഞ്ച് എടുത്താൽ മതി.
അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ കയറി ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അല്ലാത്തവർ കോൺഫിഡൻസ് ഉള്ളവർ ഇതേപോലെ തന്നെ 1.25 ഇഞ്ച് തന്നെ എടുത്താൽ മതി. ഇപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത ബാലൻസ് നമ്മൾ കളയണ്ട. നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതും അതിനോടൊപ്പം തന്നെ വെച്ചോളണം കേട്ടോ, കളയരുത്. അപ്പോൾ നമ്മൾ ഇത് ക്രോസ് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എന്താ ഇപ്പോൾ ഇത് നമ്മൾ 15.5 ഇഞ്ചിൽ നമ്മൾ ചെയ്ത് വെച്ച രണ്ട് കഷ്ണങ്ങളാണ് നമ്മൾ മോഡൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഫ്രണ്ടും ബാക്കും അതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തതും ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ കട്ടിങ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.